ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന് നൽകുന്ന അപകടകരമായ ഒരു സൂചനയുണ്ട്. വരും കാലങ്ങൾ കേരളത്തിലെ മതസൗഹാർദ്ദങ്ങൾ അട്ടിമറിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം. ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി കേരളത്തിൽ മതപരമായിട്ടുള്ള പോളറൈസേഷനാണ് വിദഗ്ധമായിട്ട് പ്രതിപക്ഷ മുന്നണികൾ ഉപയോഗപ്പെടുത്തിയത്. അത് ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ആയിക്കോട്ടെ, മുസ്ലിം കൺസോൾട്ടേഷൻ ആയിക്കോട്ടെ, ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അതിനുവേണ്ടി രാപ്പകലില്ലാതെ UDF നേതാക്കന്മാർ പണിയെടുത്തത്, പ്രത്യേകിച്ച് ലീഗ് ഉൾപ്പെടെയുള്ളവർ. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി കാസ ഉൾപ്പെടെയുള്ള സംഘടനകൾ ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾക്കിടയിലും വർഗീയമായ ചേരിതിരിവുണ്ടാക്കിയതോടെ കേരളത്തിന്റെ മനുഷ്യരെ 3 കളങ്ങളായി വിഭജിക്കപ്പെട്ടു. ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദുസ്. ഇതിൽ ഹിന്ദുക്കൾക്കിടയിൽ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ചൂണ്ടിക്കാട്ടി ആശങ്ക ഉണർത്തിക്കൊണ്ട് BJP ഇൻട്രോഡ് ഉണ്ടാക്കി 3 സീറ്റ് പിടിച്ചതും അവിടെ തുടങ്ങുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷം തകർന്നാൽ മതി, BJP ജയിച്ചാൽ പോലും ഒരു ആശങ്കയുമില്ലാത്തവരായിരുന്നു കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ UDFകാർ. അവർ BJPയുടെ വിജയത്തിൽ ഒരാശങ്ക പോലും പ്രകടിപ്പിക്കുന്നത് ഒരിടത്തും കാണാനുമില്ല. ആ വിജയങ്ങൾ അത് ജനവിധിയല്ലേ എന്ന് ലഘൂകരിച്ചാണ് VD സതീശൻ പ്രതികരിച്ചത്. അതായത് BJPയുടെ 3 സീറ്റുകൾ ഉണ്ടായി എന്നുള്ളത് അവരെ സംബന്ധിക്കുന്നിടത്തോളം സാധാരണ ഒരു ജനവിധിയല്ലേ, അത് അംഗീകരിക്കുക എന്ന് പറയുന്നിടത്ത് ആ വിഷയത്തിൽ സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായി നിലപാടെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുകയാണ്. നിലപാട് പറഞ്ഞാൽ ഇപ്പുറത്ത് ജയിക്കാൻ വേണ്ടി സതീശനൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് സംഘപരിവാറുകാരും പരസ്യമായി പറയുന്നത് കൊണ്ട് അവരെ വിമർശിച്ച് വെറുതെ പ്രകോപനം സൃഷ്ടിക്കേണ്ട എന്ന തന്ത്രം സതീശനും പ്രയോഗിച്ചു. പക്ഷേ വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്, കേരളത്തിൽ ന്യൂനപക്ഷ മതങ്ങൾ ഒത്തുചേർന്നാൽ അവർക്ക് കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കാമെന്നുള്ള സന്ദേശം UDF കേരളത്തിന് നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആശങ്കയുണ്ടാക്കുന്നത് ആർക്കായിരിക്കും? മതമാണ് പ്രശ്നമെന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തി അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈ നാട്ടിൽ നടത്തിയെടുക്കാം, നേടിയെടുക്കാം, അതിനുവേണ്ടി അവർ സംഘടിതരാണ് എന്ന സന്ദേശം പുറത്തേക്ക് കൊടുക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ഇത് ആശങ്കയുടെ വിത്ത് വിതച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ അധികാരക്കൊതിക്ക് വേണ്ടി ചെയ്തവർ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും.